ഇംഗ്ലീഷിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവാതെ നിൽക്കും. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഹൂ. ഹൂ എന്നുള്ളത് നമുക്ക് എപ്പോഴും തന്നെ തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൂ ഉപയോഗിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെൽപ്പിംഗ് വേർബോട് കൂടിയും ഹെൽപ്പിംഗ് വേർബ് ഇല്ലാതെയും പ്രിപ്പോസിഷൻ അവസാനം കൊടുത്തും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഹൂ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സെക്ഷൻ മൊത്തം കവർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ട് എങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ് മുഴുവനും കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ, ഓർമ്മിപ്പിക്കുന്നേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഹൂ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആരാ ഇവിടെ താമസിക്കുന്നത്? ആരാ ഈ കേക്ക് ഉണ്ടാക്കിയത്? ആരാ നിന്നെ വിളിച്ചത്? അപ്പോൾ ആരാണ് എന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടത് ഹൂ ആണ്. ഓർത്തു വയ്ക്കാം. എന്താണ്? ആരാണ് എന്ന് ചോദിക്കാൻ നമുക്ക് വേണ്ടത് ഹൂ ആണ്. ആരാ ഇവിടെ താമസിക്കുന്നത്? ഹൂ ലീവ്സ് ഹിയർ. അപ്പോൾ ഒന്ന് ഓർക്കണേ, നമ്മൾ ഈ ഹൂ കഴിഞ്ഞിട്ട് എസ് അവിടെ ചേർത്തിട്ടുണ്ട്. ഹൂ ലീവ്സ് ഹിയർ. ആരാണ് ഇവിടെ താമസിക്കുന്നത്? ആരാ നിന്നെ വിളിച്ചത്? ഹൂ കോൾഡ് യു. ഹൂ കോൾഡ് യു. കാര്യം എന്താണ്? വിളിച്ചു കഴിഞ്ഞതാണ്, ടെൻസ് മാറി. ആരായി കേക്ക് ഉണ്ടാക്കിയത്? ഹൂ മേഡ് ദിസ് കേക്ക്. ഇത് സിമ്പിളാണല്ലേ, ഇത് നമുക്കറിയാം. ആരാണ് എന്ന് നമുക്ക് ചോദിക്കാൻ നമ്മൾ ഹൂ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഹൂ ഉപയോഗിച്ചു, വേർബുകൾ ഉപയോഗിച്ചു, അത്രയും നമ്മൾ ചെയ്തുള്ളൂ. ഹൂ ലീവ്സ് ഹിയർ, ഹൂ മേഡ് ദിസ് കേക്ക്, ഹൂ കോൾഡ് യു അല്ലേ? ഹൂ ഉപയോഗിച്ചു, വേർബ് കൊടുത്തു, അത്രയും നമ്മൾ ചെയ്തുള്ളൂ. പക്ഷെ ഇനി ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഹെൽപ്പിംഗ് വേർബ് ആഡ് ചെയ്യണം. ഹെൽപ്പിംഗ് വേർബ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് എന്താണ്? ആരാണ് ഇത് ഉണ്ടാക്കിയത്? ഓർത്ത് വെക്കുക. ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് ഇവിടെ താമസിക്കുന്നത്? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇനി ചോദ്യം എങ്ങനെയാണ്? ആരെയാണ് നീ ഇഷ്ടപ്പെടുന്നത്? ആരെയാണ് എന്നാണ് ചോദ്യം. ആരെയാണ് അവൾ കാണുന്നത്? അപ്പോൾ ആരെയാണ് നമ്മൾ ആദ്യം ചോദിച്ചത്? ആരാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമ്മൾ ചോദിക്കുന്നത് ആരെയാണ്. ആരെയാണ് നീ ഇഷ്ടപ്പെടുന്നത്? ഹൂ വേണം എന്താണെങ്കിലും. ഹൂ ഇഷ്ടപ്പെടുന്നത് ആര്? നീ. ഹൂ ഡു യു ലൈക്ക്. ഹൂ ഡു യു ലൈക്ക്. ശ്രദ്ധിച്ചിരിക്കണം, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആരെയാണ്? ഹൂ ഡു യു ലൈക്ക്. ആരെയാണ് അവൾ കാണുന്നത്? ഹൂ ഡസ് വേണം, ഷീ ആണ്. ഹീ ഹൂ ഡസ് ഷീ സീ. ഹൂ ഡസ് ഷീ വാച്ച്. നിരീക്ഷിക്കുന്നത്. അപ്പോൾ ആരെയാണ് അതിന് നമ്മൾ ചോദിച്ചത്? ഹൂ കൊടുത്തു, ഹെൽപ്പിംഗ് വേർബ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, വേർബ് കൊടുത്തു. അവർ ആരെയാണ് കാത്തിരിക്കുന്നത്? ഹൂ കാത്തിരിക്കുകയാണ് ഇപ്പോൾ. ഹൂ ആർ ദേ വെയിറ്റ്. ഇപ്പൊ കാത്തിരിക്കുമ്പോഴാണല്ലോ നമ്മൾ ചോദിക്കുന്നത് ഹൂ ആർ ദേ വെയിറ്റ്. സംശയം വന്നോ? ഇച്ചിരി ടെൻഷൻ ആയോ? ടെൻഷൻ വേണ്ട, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒന്ന് നമ്മൾ പഠിച്ചത് ആരാണ് എന്ന് ചോദിക്കണമെങ്കിൽ വെറുതെ ഹൂ ചോദിച്ചാൽ മാത്രം മതി. ഇനി ആരെയാണ് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഈ ഹൂ കൊടുക്കുക. ഏതാണോ വേർബ് അതിൻ്റെ ടെൻസ് എന്താണെന്ന് നോക്കിയിട്ട് ഡു ആണോ, ഡെസ് ആണോ, ആറാണോ, ഈസ് ആണോ അതും കൊടുക്കുക. അപ്പൊ ആരെയാണ് 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 എന്ന് പറയാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഹൂവും ഹെൽപ്പിംഗ് വേർബും വേണം. ഇനി നമ്മൾ ഒത്തിരി എപ്പോഴും തന്നെ നമുക്ക് പ്രശ്നം വരുന്നത് ഒന്നാണ് ഈ ഹൂ ചോദിക്കുമ്പോൾ പ്രിപ്പോസിഷൻ അവസാനം വരുന്നു എന്നുള്ളത്. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രിപ്പോസിഷൻ അവസാനം വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് നോക്കാം. അതായത് സെൻറ്റൻസ് ഇങ്ങനെ പറയാണ്, ആരോടാണ് നീ സംസാരിക്കുന്നത്? ആരോടാണ് നീ സംസാരിക്കുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചു? ആരോടാണെന്ന് ചോദിച്ചു. നേരത്തെ നമ്മൾ ആരാണ്, ആരെയാണ്, ആരോടാണ്. അപ്പൊ എങ്ങനെ ചോദിക്കേണ്ടി വരും? അവിടെ ഹൂ തന്നെയാണ് വേണ്ടത്, പക്ഷെ നമ്മളൊരു പ്രിപ്പോസിഷൻ അവസാനം കൊടുക്കണം. ആർ യു ഇപ്പോഴല്ലേ സംസാരിക്കുന്നത്? ഹൂ ആർ യു ടോക്കിംഗ് ടു? ഹൂ ആർ യു ടോക്കിംഗ് ടു? ക്ലിയർ ആയോ? ഹൂ വേണം,
നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹെൽപ്പിംഗ് വേർബ് വേണം, പിന്നെ പ്രിപ്പോസിഷൻ നമ്മൾ അവസാനം കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ഹൂ ആർ യു ടോക്കിംഗ് ടു? ടു പ്രിപ്പോസിഷൻ അവസാനം വന്നു. ഇനി നമ്മൾ ചോദിക്കുകയാണ്, ആരെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്? ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്? ആരെക്കുറിച്ചാണ്? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. യെസ്, ഹൂ ഷീ ആണ്, ഈസ് വേണം. ഹൂ ഈസ് ഷീ തിങ്കിങ് എബൌട്ട്? കുറിച്ച്. ഹൂ ഈസ് ഷീ തിങ്കിങ് എബൌട്ട്? ഓക്സിലറി വന്നത് ഷീ ആയതുകൊണ്ടാണ്. ഹൂ ഷീ ഈസ് എന്നല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഹൂ ഈസ് ഷീ തിങ്കിങ് എബൌട്ട്? ആരെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്? ഇനി നീ ആരുടെ കൂടെയാണ് പോകുന്നത്? പോവാണ്, അപ്പോൾ കൂടെയുണ്ട്. അപ്പൊ എന്താ ചോദിക്കുന്നത്? ഹൂ ആർ യു ഗോയിങ് വിത്ത്? കൂടെ എന്നുള്ള പ്രിപ്പോസിഷൻ അവിടെ വന്നു. ഗോയിങ് വിത്ത് പ്രിപ്പോസിഷൻ അവിടെ വന്നു. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് ചെയ്തത് എന്ന് പറയാൻ? നമുക്ക് ഹൂവും ടെൻസ് അനുസരിച്ചുള്ള സബ്ജക്റ്റും മതി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആരെയാണ് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഈ ഹൂവും ഹെൽപ്പിംഗ് വേർബും മാത്രം മതി. പക്ഷെ ആരെ കുറിച്ച്, ആരോടൊപ്പം, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും എബൌട്ട്, ടു, എലോങ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രിപ്പോസിഷൻ അവസാനവും ചേർക്കണം. അപ്പൊ നിങ്ങൾ ഓർക്കും എങ്ങനെയാണ് ഈ പ്രിപ്പോസിഷൻ, ഏത് പ്രിപ്പോസിഷനാണ് അവസാനം ചേർക്കേണ്ടത് എന്നുള്ളത്. ഓരോ വാക്കുകളുടെയും ഒപ്പം ചേർക്കേണ്ട പ്രിപ്പോസിഷൻ എന്താണ് എന്നുള്ളത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ തന്നെ കൊടുക്കാം. അത് നിങ്ങൾ കൃത്യമായും കേൾക്കണം. ഓരോ വാക്കുകളുടെ കൂടെയും ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത്. അത് കാണാതെ പഠിക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ 1-2 വട്ടം കേട്ട് കഴിയുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പൊ ഇനി നിങ്ങൾക്ക് ഹൂ എന്ന ചോദ്യത്തിൽ ചോദിക്കാൻ സംശയങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഹൂ ഓർത്ത് വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിയാവും. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്കൊരു സെന്റൻസ് തരാണ്. ആരാണ് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? പെട്ടെന്ന് ചോദ്യം ഇംഗ്ലീഷിലാക്കി കമന്റ് ബോക്സ് ചെയ്തേ. പെട്ടെന്ന്, ആരാണ് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? ഓക്കെ, എഴുതിയല്ലോ. ഇനി അടുത്ത ചോദ്യം, ആരെയാണ് നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? ആരെയാണ് നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? അടുത്തത്, ആരോടൊപ്പമാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത്? ആരോടൊപ്പമാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത്? കമന്റ് ബോക്സ് നിങ്ങൾ ചെയ്തല്ലോ. അപ്പൊ ഇനി നിങ്ങൾക്ക് സംശയമില്ലെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്നുള്ളൊരു ആവേശം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.